ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ബിജെപിക്കെതിരെ വിമർശനം തുടർന്ന RSS. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ മറന്നെന്ന് മുഖപത്രമായ ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നു. ബിജെപിയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല RSS എന്നും ലേഖനത്തിൽ പറയുന്നു. മണിപ്പൂർ കലാപം പരിഹരിക്കാത്തതിന് RSS മേധാവി മോഹൻ ഭഗവത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചത്. തെറ്റുതിരുത്തലിനായുള്ള സംഭാഷണം എന്ന പേരിൽ RSS സൈദ്ധാന്തികൻ രത്തൻ ശാർദ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിലാണ് കടുത്ത വിമർശനങ്ങൾ. മോദി പ്രഭാവത്തിൽ രമിച്ചിരുന്നാൽ വിജയിക്കില്ല. BJP നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള ബന്ധമില്ലാതായി. സമൂഹ മാധ്യമങ്ങളിൽ സെൽഫിയും പോസ്റ്ററും ഇടാൻ മാത്രമാണ് നേതാക്കൾക്ക് ആവേശം. അമിത ആത്മവിശ്വാസം തെറ്റിപ്പോയെന്ന് തിരിച്ചറിയാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് തിരിച്ചടി കാണണം. RSS BJPക്കായി വോട്ട് പിടിക്കുന്ന സംഘടനയല്ല. സഹായം വേണമെങ്കിൽ അത് ആവശ്യപ്പെടണമായിരുന്നു. അതുമുണ്ടായില്ല. തിരിച്ചടി ഉണ്ടായ ശേഷം RSS സഹായിച്ചില്ലെന്ന് പറയുന്നതിൽ വസ്തുതയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയപരമായി പല മണ്ടത്തരങ്ങളും BJP ചെയ്തു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ പിളർപ്പ് കൊണ്ട് മാത്രം BJPക്ക് നല്ല ജയം നേടാമായിരുന്നു. എന്നാൽ NCPയിലും പിളർപ്പുണ്ടാക്കി അജിത് പവാറിനൊപ്പം കൂട്ടിയത് മണ്ടത്തരമായി. സ്വാഭാവികമായും ശക്തി ക്ഷയിക്കുമായിരുന്ന NCPക്ക് കരുത്തു നൽകുന്ന നീക്കമായി അത് തിരിച്ചടിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്നലെ RSS ആസ്ഥാനത്ത് നടന്ന പരിപാടിക്കിടെ മോഹൻ ഭഗവതും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ഉണ്ടായി. ജനസേവകർക്ക് അഹങ്കാരം പാടില്ല. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതാകണം കേന്ദ്രത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലേക്ക് പോകാതിരുന്ന പ്രധാനമന്ത്രി RSS മേധാവിയുടെ വാക്കു കേൾക്കുമോ എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. RSSന്റെ സഹായം വേണ്ടെന്ന് BJP അധ്യക്ഷൻ തന്നെ പരസ്യമായി പറഞ്ഞ് വോട്ട് തേടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മോദി ഭരണകാലത്ത് BJPയും RSSും തമ്മിലുള്ള അകൽച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിമർശനങ്ങൾ. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.